ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ PU ചിത്രയെ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് VS അച്യുതാനന്ദൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയലിനും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അതിലേക്ക് VS ഇമെയിൽ സന്ദേശം അയച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നീക്കം ഉപേക്ഷിക്കണമെന്നും VS ആവശ്യപ്പെട്ടു. ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും കേരളത്തിന്റെ അഭിമാന താരം തഴയപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അല്പം പോലും വൈകാതെ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും VS ഇമെയിലിലൂടെ ആവശ്യപ്പെട്ടു. ഹണി ബീ 2 സിനിമയുടെ സംവിധായകൻ ജീൻ പോളിനും നടൻ ശ്രീനാഥ് ഭാസിക്കുമെതിരായ പുതുമുഖ നടിയുടെ പരാതിയിൽ സിനിമയുടെ സെൻസർ ചെയ്യാത്ത കോപ്പി പോലീസ് പരിശോധിക്കും. ചിത്രത്തിൽ തനിക്ക് പകരം ബോഡി ഡബിൾ ഉപയോഗിച്ചു എന്ന നടിയുടെ പരാതിയിലാണ് പോലീസ് സെൻസർ കോപ്പി പരിശോധിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വീട് ആക്രമിച്ചത് 8-അംഗ സംഘമെന്ന് പോലീസ്. 4 ബൈക്കുകളിലായി എത്തിയ ഇവരുടെ CCTV ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. സംഘത്തിലെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലസ്ഥാനത്ത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് DGP ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും താമസിക്കുന്ന തിരുവനന്തപുരം മരുതൻകുഴിയിലെ വീട്ടിലേക്ക് BJP RSS അക്രമി സംഘം എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. 4 ബൈക്കുകളിലായി 8-അംഗ സംഘമാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. പുലർച്ചെ 3:12-ന് സംഘം കോടിയേരിയുടെ വീടിന് സമീപത്തേക്ക് പോകുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിലുള്ളത്. വീടിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്തുള്ള കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് അക്രമി സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തിലെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലസ്ഥാനത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും മറ്റു പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും DGP ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. 3 പേരെ പിടിക്കും, ഇനി 2 പേരുണ്ടോ അവർക്ക് പിടിക്കാം, മനസ്സിലായിട്ടുണ്ടോ? We will take very strong action. ഞങ്ങൾ പിന്നെ ഒരു വളരെ ഇമ്പാർഷ്യൽ ആയിട്ട് നോക്കും. We will do it very impartially, very strongly. അതിലെ ഗവൺമെന്റ് is supporting us. കോഴിക്കോട് CPIM ഓഫീസ് ആക്രമിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നും പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ 3 പ്രതികളെ പിടികൂടിയതായി DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. 2 പേരെ പിടികൂടാനുണ്ട്. തലസ്ഥാനത്ത് സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. അക്രമികൾക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കും. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് അക്രമം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിക്കുമെന്നും DGP കോഴിക്കോട്ട് പറഞ്ഞു. പന്തളം കുറുമ്പാലയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിനു നേരെ RSS ആക്രമണം. ലോക്കൽ കമ്മിറ്റി ഓഫീസായ TS രാഘവൻപിള്ള സ്മാരക മന്ദിരത്തിന് നേരെ ഇന്നലെ രാത്രിയിലായിരുന്നു ആക്രമണം. 9 RSS പ്രവർത്തകർക്കു നേരെ പന്തളം പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. സംഘടിച്ചെത്തിയ അക്രമികൾ ഓഫീസ് എറിഞ്ഞു തകർത്ത ശേഷം വാതിൽ പൊളിച്ച് അകത്ത് കടന്ന ഓഫീസിലെ ഫർണിച്ചറുകളും ഫയലുകളും നശിപ്പിച്ചു. ശരത് തുണ്ടിൽ, ഉല്ലാസ്, ചെമ്പൻ എന്ന മനു, വിനീഷ്, രാജേന്ദ്രൻ, കുറ്റിവിള അജി, രഞ്ജിത്ത്, മനോഹരൻ, മിഥുൻ ശ്രീ തുടങ്ങിയ 9 RSS പ്രവർത്തകർക്ക് നേരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊടിമരം മറിഞ്ഞടക്കുന്നു, പാർട്ടി ഓഫീസിൽ മൊത്തം തകർത്തിട്ടിരിക്കുന്നു, അകത്തിരുന്ന ഫയലുകളും മൊത്തം വലിച്ചു കീറി കളഞ്ഞിരിക്കുന്നു, ഫീസ് ഊരി ലൈൻ കട്ടി കളഞ്ഞിട്ട് തീ ഫയൽ കത്തിച്ച് കളയുന്ന അവസ്ഥ ഉണ്ടായി. ഇന്നലെ നടന്ന പന്തളത്ത് നടന്ന പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്നലെ മുതൽ മൊത്തം നടത്തിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നമ്മൾ കറിയും ചെയ്യാനൊക്കെയാണ്. ഇന്നലെ വൈകിട്ട് പന്തളത്ത് CPM പ്രതിഷേധ പ്രകടനത്തിന് നേരെയും ചെറിയ തോതിൽ RSS ആക്രമമുണ്ടായിരുന്നു. അതിന് തുടർച്ചയായാണ് രാത്രിയിൽ കുറുമ്പാലയിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ആക്രമണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തലസ്ഥാന നഗരിയിൽ നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കി. അക്രമികളെ പിടികൂടാൻ റേഞ്ച് IG മനോജ് എബ്രാഹിം തലവനായി പ്രത്യേക സംഘം പ്രവർത്തനം ആരംഭിച്ചു. സംശയം തോന്നുന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ IGയുടെ നിർദ്ദേശമുണ്ട്. സുരക്ഷയ്ക്കായി 450ഓളം സായുധ പോലീസ് സംഘത്തെ നഗരത്തിൽ വിന്യസിച്ചു. തലസ്ഥാന നഗരത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അക്രമികളെ കണ്ടെത്താനുള്ള റെയ്ഡുകൾക്ക് ഇന്നലെ രാത്രിയോടെ തുടക്കം കുറിച്ചത്. റെയ്ഡ് നടത്തുന്നതിനായി നഗരത്തിലെ 4 അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ 48-അംഗ പ്രത്യേക പോലീസ് സംഘം പ്രവർത്തനം ആരംഭിച്ചു. കൂടാതെ അടുത്ത 3 ദിവസത്തേക്ക് ഇരുചക്ര വാഹനങ്ങൾ പ്രത്യേകം പരിശോധിക്കാനും സംശയം തോന്നുന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാനുമാണ് IG മനോജ് എബ്രഹാം നൽകിയിരിക്കുന്ന നിർദ്ദേശം.
എന്നാൽ കുടുംബമായി യാത്ര ചെയ്യുന്ന യാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും അദ്ദേഹം പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ ആക്രമിച്ചവരെ ഉടൻ പിടികൂടണമെന്നാണ് സർക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന ഉത്തരവ്. അക്രമികൾ സംസ്ഥാനം വിട്ടു പോകാതിരിക്കാൻ അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധനയും നടക്കുന്നുണ്ട്. അക്രമം വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ നേതാക്കളെ കരുതൽ തടങ്കലിൽ വെക്കാനും പോലീസിന് പദ്ധതിയുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ നഗരത്തിൽ പ്രകടനങ്ങൾക്കും പൊതുയോഗത്തിനും വിലക്കുണ്ട്. MG കോളേജിലെ SFIക്കാരെ ആക്രമിച്ച സംഭവത്തിൽ 4 ABVP പ്രവർത്തകരെ പേരൂർക്കട പോലീസ് പിടികൂടി. ഗോകുൽ, നന്ദു, അഭിനന്ദ്, അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. നഗരത്തിൽ സമാധാന ജീവിതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി ലോക്നാഥ് ബെഹ്റ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സംയമനം പാലിക്കണമെന്ന് ഇരുവിഭാഗം പാർട്ടി പ്രവർത്തകരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. BJP അതിക്രമമുണ്ടായ സ്ഥലങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. അറസ്റ്റിലായ IP ബിനുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതറിഞ്ഞ് നിരവധി ആളുകളാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടിയത്. പാർട്ടി എടുക്കുന്ന ഏത് നടപടിയും ശിരസാവഹിക്കുമെന്ന് ബിനു മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ ചെയർമാനായി മമ്മൂട്ടിയെയും മാനേജിംഗ് ഡയറക്ടറായി ജോൺ ബ്രിട്ടാസിനെയും വീണ്ടും തെരഞ്ഞെടുത്തു. സാമൂഹിക പ്രതിബദ്ധതയോടെ മുന്നോട്ടു പോകുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. മലയാളം കമ്മ്യൂണിക്കേഷൻ ചെയർമാനായി മമ്മൂട്ടിയെയും മാനേജിംഗ് ഡയറക്ടറായി ജോൺ ബ്രിട്ടാസിനെയും വീണ്ടും തെരഞ്ഞെടുത്തു. കൈരളി ടവറിൽ നടന്ന ഓഹരി ഉടമകളുടെ 17ാമത് വാർഷിക പൊതുയോഗമാണ് ഇരുവരെയും തെരഞ്ഞെടുത്തത്. കാലാവധി അവസാനിച്ച ഡയറക്ടർമാരായ A. വിജയരാഘവൻ, AK മൂസ എന്നിവരെ വീണ്ടും ആ സ്ഥാനങ്ങളിലേക്ക് പൊതുയോഗം തെരഞ്ഞെടുത്തിട്ടുണ്ട്. CK കരുണാകരൻ, MM മോനായി, VK മുഹമ്മദ് അഷറഫ്, TR അജയൻ എന്നിവരാണ് മറ്റു ഡയറക്ടർമാർ. പൊതുയോഗം ഐകകണ്ഠനെയാണ് പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തത്. നാളിതുവരെ സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തി പ്രവർത്തിച്ച കൈരളി ഇനിയും ഈ നിലപാടുമായി മുൻപോട്ടു പോകുമെന്ന് യോഗത്തിൽ ചെയർമാൻ മമ്മൂട്ടി ഉറപ്പ് നൽകി. നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് വരുത്താവുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുത്താവുന്ന സത്യങ്ങളെല്ലാം നമ്മൾ ബോധ്യപ്പെടുത്തി തന്നെയാണ് പോകുന്നത്. കൈരളിയുടെ സ്ഥാനം ഇപ്പോഴും മറ്റൊരു ചാനലല്ല, വേറിട്ടൊരു ചാനൽ തന്നെയാണ്, വേറിട്ടൊരു പ്രസ്ഥാനം തന്നെയാണ്. അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങോട്ടുള്ള കാലങ്ങളിൽ അതുണ്ടാവും എന്ന് ഉറപ്പു തരുന്നു. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുള്ള പ്രവർത്തനത്തിൽ നിന്നും കൈരളി പിന്നോട്ടു പോകില്ലെന്ന് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ന് കേരളത്തിൻ്റെ മതനിരപേക്ഷ പുരോഗമന രാഷ്ട്രീയത്തിന് നേർ ഉയരുന്ന വെല്ലുവിളിയെ പ്രതിരോധിക്കേണ്ടത് ഒരുപക്ഷെ കൈരളി പോലുള്ള മാധ്യമങ്ങളാണ്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ സാന്നിധ്യമില്ലായ്മയാണ് ഒരുപക്ഷെ ഫാഷിസ്റ്റ് ശക്തികൾക്ക് വളർന്നു പന്തലിക്കാനുള്ള അവസരം സൃഷ്ടിച്ചത്. കേരളം പതിറ്റാണ്ടുകളായി ആർജിച്ച നന്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു പ്രതിബദ്ധതയും അല്ലെങ്കിൽ ആത്മവീര്യവും നിങ്ങൾ ഭാഗവാക്കായ കൈരളിക്കുണ്ട് എന്ന് ഒരു ഉറപ്പ് ഞാൻ ഈ ജനറൽ ബോഡി യോഗത്തിന് നൽകുകയാണ്. കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 5 പ്രമേയങ്ങളും പൊതുയോഗം ഐകകണ്ഠേന പാസാക്കി. അന്തരിച്ച സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ PA സിദ്ധാർത്ഥ മേനോനെ അനുസ്മരിച്ചായിരുന്നു പൊതുയോഗം ആരംഭിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ഓഹരി ഉടമകൾ പൊതുയോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.